ന്യൂസ് ടുമാറോ എന്നുള്ളത് കണ്ണൂരിലെ തന്നെ പ്രശസ്ത ആയുർവേദിക് സ്ഥാപനമായ ആയുർമന്ത്ര എന്ന സ്ഥാപനത്തിലാണ്. നമ്മൾ ഇന്ന് തന്നെ ഇവിടെ വരാനുള്ള കാരണം 4 വർഷം മുൻപേ ഒരു കൊറോണ കാലത്ത് പ്രമേഹ രോഗത്തിനായി ഇവിടെ ചികിത്സ തേടിയ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അയാളെ നേരിട്ട് കാണാനും അയാളോടുള്ള സുഖവിവരങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇതാണ് വല്ലി ടീച്ചർ. ടീച്ചർ ഇവിടെ ഒരു കൊറോണ കാലത്ത് വീൽ ചെയറിലായിരുന്നു, പ്രമേഹം ഉള്ളതുകൊണ്ട് വീൽ ചെയറിലായിരുന്നു, നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ, അതായത് പ്രമേഹം ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ജീവിത രീതിയും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ടീച്ചറെ കാണാം. ഇപ്പോൾ ഉള്ള ടീച്ചറുടെ ജീവിത രീതിയും നേരിട്ട് ടീച്ചറോട് തന്നെ ചോദിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ടീച്ചർക്ക് ഇപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 83 മോളെ. ഓക്കെ. അപ്പം 4 വർഷം മുന്നേ ആണ് ടീച്ചർ ഇവിടെ വീൽ ചെയറിൽ വന്നത് അല്ലേ? ആ ഒരു സമയത്തെ ആരോഗ്യസ്ഥിതിയും ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നൊന്ന് പറയാമോ? എനിക്ക് ഷുഗറായിരുന്നു മോളെ. കുറേ 300-ലധികം എന്നെല്ലാം പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയായിരുന്നു. ഇപ്പം ദേഹം മുഴുവൻ ഒരു തളർച്ച, ക്ഷീണം കൊണ്ട് വയ്യ എഴുന്നേക്കാൻ. അപ്പോൾ അലോപ്പതി മരുന്ന് കുറേ കഴിച്ചു. അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. എന്നിട്ട് ഒരു വീൽ ചെയറിൽ ഞാൻ അങ്ങനെ ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ആയുർമന്ത്രയിലെത്തിയത്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അന്ന് ഉള്ളതായ അവസ്ഥയിൽ നിന്ന് എത്രയോ മാറ്റമായി. ഇപ്പോൾ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ നടക്കുകയൊക്കെ ചെയ്യും. അന്ന് നടക്കാൻ തീരെ പറ്റില്ലായിരുന്നു. അന്നൊരു വീൽ ചെയറിൽ ഞാൻ ഇവരുടെ അടുത്ത് വന്നപ്പോൾ വളരെ ഞാനിപ്പോൾ ഇല്ല ജീവിതം എന്നെല്ലാം തോന്നിപ്പോയതാണ്. പ്രമേഹത്തിന് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തുടർച്ചയായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് പേഷ്യൻസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ പേഷ്യൻസിനും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പ്രമേഹത്തിന് പല വകഭേദങ്ങളുണ്ട്. അത് ഓരോ വ്യക്തികളിൽ വരുന്ന പ്രമേഹത്തിന് മാറ്റമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പ്രമേഹം പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക്കിലോട്ട് പോകാണ്ട് കംപ്ലീറ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ 30-40 വയസ്സിനുള്ളിലുള്ളവർ, അതൊക്കെ കഴിഞ്ഞ് ഒരു 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് വരുന്ന പ്രമേഹ രോഗികൾ നമുക്കൊരു 90 ദിവസം കൊണ്ട് മിക്കവാറും എല്ലാവരിലും അലോപ്പതി മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ മരുന്ന് ടാപ്പർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ നൽകുന്നത്. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഇനി ഒരു സംശയം വേണ്ട, ഇത് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് നമ്മളിലൂടെ. അപ്പോൾ നേരെ കണ്ണൂരിലുള്ള ആയുർമന്ത്രയിലേക്ക് വന്നോളൂ. ഇവിടെ പൈൽസ് ചുരുങ്ങിയ സമയം കൊണ്ട് മാറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ചികിത്സാ രീതികളും എന്ത് മരുന്നാണ് അതിന് ഉപയോഗിക്കുന്നതെന്നുള്ളൊരു കാര്യം ഒന്ന് പറയും. മരുന്നുകൾ പൂർണ്ണമായിട്ടും ആയുർവേദ മരുന്ന് തന്നെയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന മരുന്നാണ് ഉപയോഗിക്കുന്നത്. അത് കൂടാണ്ട് ആവശ്യത്തിനനുസരിച്ച്, പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ടൈപ്പ് പൈൽസ് ആയിരിക്കില്ല. അപ്പോൾ അതിലുള്ള സിംറ്റംസിനനുസരിച്ചിട്ട് നമ്മൾ പച്ചമരുന്ന് കൊടുക്കേണ്ടടുക്ക് അത് കൊടുക്കും. പിന്നെ അല്ലാതെ ഇത് പൊടി മരുന്നായിട്ട് അതും കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല ആശ്വാസം പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പിലാണ് നമ്മൾ 21 ദിവസം ഒരു കോഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട്, തുടക്കത്തിലുള്ളവർക്ക് 21 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമാകുന്ന രീതിയിലുള്ള ഒരു മെഡിസിനാണിത്. അപ്പോൾ മരുന്നുകളൊക്കെ ഇവിടുന്ന് തന്നെ ചെയ്യുന്നതാണ്? അതെ, മരുന്നുകളൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എക്സ്ട്രാ മരുന്നുകൾ കൂടി ഇതിൻ്റെ കൂടെ വരേണ്ടി വരും. കാരണം പൈൽസ് എന്ന് പറയുന്നത് ഒരുപാട് കാലം കൊണ്ട് രൂപപ്പെട്ട് വരുന്ന അസുഖമാണ്. പെട്ടെന്ന് പനിയോ ജലദോഷമോ പോലെ 5 ദിവസമോ 6 ദിവസവും കൊണ്ട് ജലദോഷം മാറുന്നത് പോലെ മാറുന്നതല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കഴിച്ചാൽ പേഷ്യൻസിനനുസരിച്ചിട്ട്, പേഷ്യൻസിനോട് സംസാരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. 21 കോഴ്സിൻ്റെ ഉറപ്പാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രോഗം, പൈൽസ് രോഗം കുറയും, അതിനൊരു നല്ലൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് വേറെ എവിടെയല്ല, കണ്ണൂർ താഴെ ചൊവ്വയിലുള്ള ആയുർമന്ത്ര.